ഈ ആഴ്ച ബിഗ് ബോസിൽ നടന്ന ഏറ്റവും വലിയ അനീതി ജയിൽ നോമിനേഷൻ ആയിരുന്നു. അനീഷിനെയും ലക്ഷ്മിയെയുമാണ് ജയിലിലേക്ക് അയച്ചത്. അനീഷ് ജയിലിൽ പോകാനുള്ളതിനേക്കാൾ ഏറ്റവും അധികം അർഹതയുണ്ടായിരുന്നു ഷാനവാസ്. ഈ ആഴ്ചത്തെ ടാസ്ക് ഉൾപ്പെടെ സീക്രട്ട് ടാസ്ക് ഉൾപ്പെടെ കുളമാക്കിയ ആളായിരുന്നു ഷാനവാസ്. എങ്കിലും അനീഷിനെയാണ് ജയിലിലേക്ക് അയച്ചത്. ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് ഇത് എന്ന് പറയേണ്ടി വരും. അനീഷ് നേരത്തെ ഉന്നയിച്ചതുപോലെ കോമണറായി വന്നതിൻ്റെ പക്ഷാഭേദമാണോ ഈ കാണിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നവരെയും നമുക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അനുമോളും ആര്യനും സാബുമാനും ആയിരുന്നു. അനുമോളെ നമുക്ക് ഒരു പരിധിവരെ അംഗീകരിക്കാം. പക്ഷേ സാബുമാനെയും ആര്യനേക്കാളും നന്നായി കളിച്ചത് അനീഷ് ആയിരുന്നില്ലേ? കുറഞ്ഞ പക്ഷം ജയിലിലേക്ക് എങ്കിലും അയക്കാൻ പാടില്ലായിരുന്നു. ഇതിനിടെ അതിശക്തമായി ലക്ഷ്മിയെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ആര്യൻ. വീട്ടിൽ വന്ന് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഭീഷണി ഒന്നും വേണ്ട. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആരാണെന്നറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടാസ്കിൽ എന്ത് പരാജയമായിരുന്നു ലക്ഷ്മി. മാവ് കുഴയ്ക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രഹസനമാണ് ലക്ഷ്മി കാണിച്ചത്. ഇങ്ങനെ പോകുന്നു ശകാരം. ഈ രീതിയിൽ ബിഗ് ബോസ് മുന്നോട്ട് പോകുമ്പോൾ വളരെ സംഘർഷഭരിതമായി പോകുന്നതിനപ്പുറം ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത് ഗ്രൂപ്പ് കളിയാണ്. ഗ്രൂപ്പ് കളിയിലൂടെയാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.